ഡൽഹിയിലെ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങളിടുന്ന ഓരോ വീഡിയോയും, നിങ്ങളിടുന്ന ഓരോ പോസ്റ്റും, ഓരോ സ്റ്റോറിയും, ഓരോ റീലും, ഓരോ സ്റ്റാറ്റസും ഇതെല്ലാം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവുന്ന ആൾക്കാരാണ്. ഇത് അങ്ങനത്തെ ഒരു റെവല്യൂഷൻ എപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരൊറ്റ കേസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട് ഇതെന്താന്ന് അറിയാൻ ശ്രമിക്കാത്തതോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത് അറിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു രീതിയിലും ഒന്നും സംസാരിക്കാത്ത ആൾക്കാർ. ഏതോ കുറെ ജെൻസി പിള്ളേർ ഷോ കാണിക്കാൻ വേണ്ടി അവിടെ വന്ന് കെട്ടിക്കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏതോ ജാവാറായ ഒരു കിളവൻ അവിടെ വന്നിട്ട് നിരാഹാര സമരം കിടക്കുന്നു. ഇങ്ങനെയൊക്കെ വിചാരിച്ച് തഴഞ്ഞിടുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് അടികൊള്ളുന്ന ഓരോ ആൾക്കാരും, തലയും പൊട്ടി ചോര വരുന്ന ഓരോ ആൾക്കാരും അവർക്ക് വേണ്ടിയല്ല അവിടെ വന്ന് നിൽക്കുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങളടക്കുന്ന ഭാവി തലമുറ സേഫാക്കാൻ വേണ്ടിയാ. അത് മനസ്സിലാക്കി എന്താണ് ഈ പ്രശ്നമെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇരുന്ന് മനസ്സിലാക്കുക എന്താ അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം. നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ വിഷയങ്ങളോ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദൈവത്തിനെ വിളിക്കും. രണ്ടാമത് നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു ഡോക്ടറെയാണ്. ആ ഡോക്ടർ കോഴ്സ് എന്ന് പറയുന്ന സാധനം ഈസി ആയിട്ട് ഒരു പുഷലിൽ കയറി ഇരിക്കാനുള്ള സംഭവം അല്ല. അത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കുറെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ലെവൽ വരെ എത്തുന്നത്. അത് സിസ്റ്റത്തിന്റെ ക്രമക്കേട് കാരണമുള്ള കുറെ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരുത്തൻ ആ പൊസിഷനിൽ വന്നിരുന്നാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് എന്താണ് ഇവരൊക്കെ കുത്തിവെക്കുന്നത് പോലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് അവിടെ കിടന്ന് ഓരോരുത്തരും ഈ തല്ലുകൂടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു രീതിയിലുള്ള പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും അവർ ചെയ്തിട്ടില്ല. അവിടെ നിൽക്കുന്ന CRP ഓഫീസറെ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിനെ പറഞ്ഞ് നിൽക്കുന്നമാര് ഫുള്ള് താടിയും കയ്യിൽ ചരടും വായിൽ പാക്കും ഇതെല്ലാം വെച്ചിട്ട് നെയിം ബാഡ്ജ് പോലും പ്രോപ്പർ ആയിട്ടില്ല. പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിലോട്ട് ലാത്തി വെച്ച് കുത്തുക, ഓരോ ലാത്തിക്കകത്തും ആണി വെച്ചിട്ട് ഓരോരുത്തരുടെ തലയടിച്ച് പൊട്ടിക്കുക. ഇതെല്ലാം പബ്ലിക്കായിട്ട് ഇവിടുത്തെ ന്യൂസിലൂടെ എല്ലാവരും കാണുന്നു. ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററോ കാര്യങ്ങളോ ആരും ഒരക്ഷരവും സംസാരിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഇത്രയും അനുഭവിച്ചിട്ടില്ല. അന്നുള്ള 1930 പല വീഡിയോസ് ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. അതിനെക്കാട്ടി ക്രൂരപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ സംസാരിക്കുന്നുള്ളത്, നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തായിക്കോട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കാണിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾ പറയുക. നിങ്ങൾ ഇന്നേ വരെ വീഡിയോ എടുക്കാത്തതോ അല്ലെ ഇന്നേ വരെ നിങ്ങൾ മുഖം കാണിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കേണ്ട ഒരു സംഭവമാണിത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന സംഭവമാണ്. അത്രയും വലിയ വിപ്ലവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ജനഗണമന മൂവിയിൽ പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിച്ചായിരുന്നു, ഈ നാടെന്ന് പറയുന്ന ഒരുത്തന്റെ തന്തയുടെ വകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ പറ്റി ചിന്തയുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റി ചിന്തയുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരടുത്ത് നിങ്ങൾക്ക് ഒരു പൊടിക്കെങ്കിലും ഒരു കനിവ് തോന്നുന്നെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞ് ഞാനിവിടെ നിർത്തിയാണ്.